അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹു എല്ലാവർക്കും നേരായ പാതയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പറയുന്നത് ആദ്യം എന്നോടും എൻ്റെ കുടുംബത്തോടും മുസ്ലിം സമുദായത്തോടും വിശ്വാസികളായ ആളുകളോടാണ് പറയുന്നത്. കാരണം ഒരു വിവാഹം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും സുന്നത്താക്കപ്പെട്ട ഒരു കർമ്മം, ഒരു നിക്കാഹ്, ആ വേദികളിൽ പോലും മ്യൂസിക്കിട്ട് പാട്ടുപാടുന്ന ഒരു കാലഘട്ടം. അള്ളാഹു തന്ന അനുഗ്രഹം, അമാനത്തെ നമ്മളെ മക്കൾ അവരുടെ ബർത്ത്ഡേ പരിപാടിക്ക് ആഘോഷിക്കുന്ന കൂത്താട്ടങ്ങൾ, അങ്ങനെ ചെറിയ ചെറിയ പല പ്രോഗ്രാമിലും കാട്ടിക്കൂട്ടുന്ന ഓരോ വീഡിയോകൾ പലതും കണ്ണുമുന്നിൽ കാണാറുണ്ട്. ഞാൻ അറിഞ്ഞതും ഞാൻ പഠിച്ചതും അതിൻ്റെ ഗൗരവം അള്ളാഹുവിൽ ഭയമുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ ഉത്തരവാദിത്വം. ആരെങ്കിലും ഒരാൾ മാറിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വിവാഹമായാലും ജന്മദിനമായാലും മറ്റ് ആഘോഷങ്ങളായാലും മ്യൂസിക്കും വീഡിയോകളും റീൽസുകളും അതിരുകടന്ന് ഉപയോഗിക്കുന്നത് സാധാരണയായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു മുസ്ലിം ചോദിക്കേണ്ടത് ഇത് അള്ളാഹുവിന് ഇഷ്ടമാണോ എന്നതാണ്. റീലുണ്ടാക്കുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും അള്ളാഹു നൽകിയ ഹയ, ലജ്ജയും മാന്യതയും കാത്തു സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ. ലജ്ജ, അതായത് ഒരു പെണ്ണിന്റെ നാണം, അവളുടെ ലജ്ജ, ഹയാ, ഇന്നതൊന്നും പൂർവ്വ ഒരുവിധ ആളുകളിലൊന്നും അത് കാണുന്നില്ല. ഉള്ളവരുണ്ട്, അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്തട്ടെ. അതിലേക്ക് മാറിയ ആളുകൾക്ക് അള്ളാഹു ശരിയായ പാതയിലേക്ക് സഞ്ചരിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഇത് സഹീഹുൽ ബുഖാരിയിൽ സഹീഹുൽ മുസ്ലിമിലും രേഖപ്പെടുത്തിയ ഹദീസാണ്. വിവാഹ സന്തോഷവും ഇസ്ലാം നിരോധിച്ചിട്ടില്ല, പക്ഷെ സന്തോഷിക്കുമ്പോഴും പരിധി മറക്കരുത്. നമ്മുടെ ആഘോഷം മറ്റുള്ളവർക്ക് പാപത്തിന് കാരണമായതും നമ്മുടെ സ്വന്തം ഹയ നഷ്ടപ്പെടാതെയും ഇരിക്കട്ടെ. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ അത് മറ്റുള്ള ആളുകൾക്കൊരു പ്രചോദനം, അതായത് അള്ളാഹു വെറുക്കപ്പെട്ട രീതിയിലുള്ള ഒരു പ്രചോദനമാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അത് ഇന്റർനെറ്റിൽ കേൾക്കുകയാണെങ്കിൽ എത്രത്തോളം അതിന്റെ പാപം നമുക്ക് ഖബറിലേക്കും കിട്ടും. നമുക്കറിയാം, വലിയ വലിയ പണ്ഡിതന്മാർ ഖുർആനും ഹദീസുകളും വാദപ്രതിവാദങ്ങളും പ്രസംഗങ്ങളും നടത്തിയ ഒരുപാട് മഹാന്മാർ നാളുടെ മണ്ണിലാണ്. അവരൊക്കെ വയലുകൾ കേട്ട് ഇന്നും ആളുകൾ നല്ല രീതിയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അതിന് ജാരിയായ സദഖ എന്ന് പറയും, അത് ഹൈറായതാണ്. മറ്റൊന്ന് മനുഷ്യരെ തെറ്റിലേക്ക് നയിക്കുന്ന ഒരു പ്രവൃത്തി, ആ പ്രവണത, അതാണ് നമ്മൾ മാറ്റം ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു നമുക്ക് നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് തന്നെയുണ്ട്, ല യകൂനന്ന മിനൽ ഉമ്മത്തി അക്വാം യസ്തഹില്ലൂന അൽ ബിഹ്റ വൽ ഹരീറ വൽ ഹംറ വൽ മആസിഫ. എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ വ്യഭിചാരം, പട്ടുവസ്ത്രം, മദ്യം, സംഗീത ഉപകരണങ്ങൾ എന്നിവ ഹലാലായി കണക്കാക്കുന്നവർ ഉണ്ടാകും. എന്നതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ഹറാമാണ് സുഹൃത്തുക്കളെ. ഇതിലെല്ലാമുള്ളത് ഖുർആനും ഹദീസും പഠിക്കുന്ന ഒരാളിലേക്ക് മ്യൂസിക് വന്നു കഴിഞ്ഞാൽ അത് പിശാചിൽ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവൻ ചോദിച്ചു മേടിച്ചതാണ്. അവന്റെ സംഗീതമാണ്, അവന്റെ ഖുർആനാണ് മ്യൂസിക്. നല്ല പാട്ടുകളുണ്ട്, ദഫും ബുറുദയും, അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ഹറാമ് കയറി വരാതെ ഉപയോഗിക്കാം. അതിലാണ് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളതൊക്കെ അത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നല്ലത് ചെയ്യുവാനും നല്ലത് പ്രവൃത്തികൾ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.